സാർ, യു എ ഇയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം മലയാളികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിരിക്കുകയാണ് ABVP. ഇവർ ചെയ്ത കുറ്റം ഇന്ത്യയുടെ ശത്രുക്കളെ അവരുടെ തോളിൽ കൈയിട്ട് അവരെ പ്രകീർത്തിച്ച് ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് സാർ ഈ മലയാളി ഇത്തരത്തിൽ ഉള്ള കുഴപ്പങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഈ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഒരു കടിഞ്ഞാൺ മലയാളി ഏറ്റെടുക്കുന്നത്? ഈ കുസാറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളല്ലേ, അതെ, അവര് പൈസയുടെ കൊഴുപ്പ് കൊണ്ട് UAE-യിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടത്തി. പാവം പിടിച്ചവരായിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ക്ലാസ് എല്ലാവരും UAE-യിൽ ജോലി ചെയ്യുന്നു. അല്ലെങ്കിലും അവരുടെ സംഘടനയുടെ പേര് തന്നെ വളരെ രസകരമാണ്. ക്യൂബ എന്നാണ്, CUBAA എന്ന് വെച്ചാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ. അല്ല, ആ പേരിട്ടത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നേരിടുമ്പോൾ കേരളത്തിലെ CPM-കാരും ചിന്താചരണവും ഒക്കെ പിന്താങ്ങിക്കോളും അല്ലേ, ക്യൂബ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ വളരെ പാവം പിടിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ക്ലാസ് വെച്ച് കൂടുന്നത്. ഇവര് നമ്മുടെ രാജ്യത്തിന് എതിരായി നിന്ന് പ്രവർത്തിച്ച ആളിനെയാണ് അവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത്. സാർ, അത് മാത്രമല്ല, ആ പരിപാടി സംഘടിപ്പിച്ചത് UAE-യിലെ പാക് എംബസിയുടെ അധീനതയിലുള്ള ഒരു പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു വലിയ ആസൂത്രിതമായ ഒരു ഗൂഢ പദ്ധതി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നാളെ ഇവരെയൊക്കെ തന്നെ കേരളത്തിലോട്ട് വിളിച്ചോണ്ട് വന്നാലോ? വരില്ല എന്ന് ഉറപ്പാണ്. അതെ, ഇവിടെ ഇപ്പോൾ പങ്കെടുത്തത് ഷാഹിദ് അഫ്രീദിയാണ്. പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും അതുപോലെ ഉമർ ഗുല്ലുമാണ് പങ്കെടുത്തത്. നാളെ ഇവരെല്ലാം ഈ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിനും ഇന്ത്യക്കെതിരെ വിജയം നേടിയെന്നും പറഞ്ഞു വലിയ ആഘോഷം സംഘടിപ്പിച്ച ആളാണ് അഫ്രീദി. ആ അഫ്രീദിയെ കേരളത്തിലേക്ക് ഇവർ വിളിച്ചോണ്ട് വരും. അങ്ങ് പറഞ്ഞത് ശരി. വിളിച്ചോണ്ട് വരിക മാത്രമല്ല, പാക് തീവ്രവാദികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അഭയം കൊടുക്കും, പരിശീലന കേന്ദ്രങ്ങൾ വരെ ഇവർ തയ്യാറാക്കി കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വകഭേദങ്ങളായിരിക്കും ഈ കുസാറ്റിലെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ ഉള്ളവരല്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ്. അതിലുള്ള ചില രൂപാന്തരം സംഭവിച്ച് എന്ന് വെച്ചാൽ അവർക്ക് വേറെ എവിടെങ്കിലും പോയി ഇടം തേടണോ. SDPI-ൽ രൂപം മാറിയതാണ് NDF രൂപം മാറിയതാണ് പോപ്പുലർ ഫ്രണ്ട്. അപ്പോൾ ഇത് ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയായി പോയി SDPI. അതിനകത്തും പോപ്പുലർ ഫ്രണ്ടിലെ പലരും കുടിയേറിയിട്ടുണ്ട്. ഇടയ്ക്ക് കേന്ദ്ര അന്വേഷണം വരെ നടത്തിയതാണ്. ദേശീയ പ്രസിഡന്റ് ഇപ്പോൾ അഴിക്കുള്ളിലാണ്. അതിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരു മുന്നണികളെയും SDPI വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്തേക്ക് പോയിരിക്കുന്ന ഇവരെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കണം അവർ കേരളത്തിലേക്ക് വരുമ്പോൾ. അല്ല സാർ, ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ്, ജ്യോതി റാണി എന്നാണ് അവരുടെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത്, ഒരു യൂട്യൂബർ ഇപ്പോൾ അകത്താണല്ലോ. അവരുടെ കൂടെ 10-12 പേര് ചാരപ്രവൃത്തി നടത്തിയതിനകത്തായി. ഇവരെ കുറിച്ച് ഏതാണ്ട് 2 വർഷം മുമ്പ് തന്നെ NIA-ക്ക് വിവരം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ NIA അത്ര കാര്യമായിട്ട് അവരെ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും പരിഗണന, വലിയ ഗൗരവം അതിന് കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. അവർ വലിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് പാകിസ്ഥാന് കൈമാറി എന്നാണ് അവർക്കെതിരെയുള്ള ആരോപണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെയും നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം ഇവർ ഈ പാക് ഹൈക്കമ്മീഷന് കീഴിലുള്ള പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ ക്യൂബയുടെ ഭാരവാഹികളെ മുഴുവനും നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും കൽത്തുറങ്കിലടക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അവർ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയരാക്കണം. അവരെ ശരിക്കും പറഞ്ഞാൽ ഇത് NIA അന്വേഷിക്കേണ്ട കേസാണ്. ഇന്ത്യക്കകത്തോട്ട് ഇവരെ കാലുകുത്താൻ അനുവദിക്കരുത്. യഥാർത്ഥത്തിൽ NIA അന്വേഷിക്കേണ്ട കേസ്. ABVP കൊടുത്തിരിക്കുന്ന പരാതി ഇവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കണമെന്നാണ്. അങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ പറ്റില്ല. വിദേശത്തെ വിസ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവിടെ അകത്താവും. ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പിന്നെ ഇന്ത്യ സർക്കാരിന് കൈമാറും. അല്ല, പാസ്പോർട്ട് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യയിലേക്ക് അവർക്ക് പിന്നെ പ്രവേശനമില്ല. പിന്നെ കേന്ദ്ര സർക്കാരിന് ദയ തോന്നണം, പിന്നെ കോടതിയിലൊക്കെ പോകണം. വലിയ പുലിവാലാണ് എന്തായാലും. പക്ഷേ ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുമായിട്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, വിദേശത്ത് നമ്മുടെ 7 സംഘങ്ങൾ
അതും പ്രതിപക്ഷ പാർട്ടികളിൽ അടക്കമുള്ളവർ ശശി തരൂരിനെയും ഒവൈസിയെയും ജോൺ ബ്രിട്ടാസിനെയും ഒക്കെ പോലെയുള്ള ഇപ്പൊ സൽമാൻ ഖുർഷിദ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നു, ഇ ടി മുഹമ്മദ് ബഷീർ റിയാദിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. ഈ സൽമാൻ ഖുർഷിദ് ഒക്കെ പിന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗുകാരനാണ്. പക്ഷെ ഇവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ സത്യം. അവർ ഭാരതീയ പൗരന്മാരാണ്. അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതം സ്വീകരിച്ച നടപടി എന്താണ്, നമ്മുടെ സൈന്യം എന്താണ് ചെയ്തത്, നമ്മുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തുന്ന പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ മുഖത്ത് കരിവാരി തേക്കുന്ന ഒരു നടപടിയല്ലേ ഈ ചെയ്തിരിക്കുന്നത്? എന്ത് ക്യൂബ, ഏത് ക്യൂബ? ഇതിൻ്റെ ഫ്യൂസൂരി കളയണം ഈ ക്യൂബയുടെ. യഥാർത്ഥത്തിൽ ഈ അവിടെ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തവര് മലയാളികളാണല്ലോ. ഈ എല്ലാവരും മലയാളികളാണ്. ഇവരുടെ പൂർവ്വചരിത്രം എടുക്കണം. ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് എന്നുള്ളത് പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ആരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു NIA പരിശോധിക്കണം. എന്നിട്ട് അതിന്മേൽ ഇവരുടെ മേൽ നടപടികളും അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ഇനിയിപ്പോ കുടുംബത്തിലെ അവര് മാപ്പപേക്ഷയുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവിടെ വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഷാഹിദ് അഫ്രീദിയെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചതാണ്, അങ്ങനെ ചെണ്ടമേളമൊക്കെ കൊടുത്താണ് സ്വീകരിച്ചത്. അല്ല, ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ. അതെ അതെ, ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലേ. അതെ. അപ്പൊ ഇവർക്കറിയാമല്ലോ ഈ ഇന്ത്യയുടെ മേൽ പാകിസ്ഥാൻ നടത്തിയ കാര്യങ്ങളും ഒക്കെ അറിയുന്നതല്ലേ. തിരിച്ച് ഇന്ത്യ നൽകിയ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ അറിയുന്നതാണ്. അതുകൊണ്ടാണ് സാർ അതിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചന സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ പൂർവ്വചരിത്രം എടുക്കണം. ഇവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏത് പ്രസ്ഥാനവുമായിട്ട് നിന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം കുടുംബ പശ്ചാത്തലം, ആരൊക്കെ ഏതൊക്കെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇതൊക്കെ ചിലപ്പോൾ പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു ഭീകര സംഘടന, ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധമുള്ളവർ തന്നെ ആയിരിക്കണം. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ചിലപ്പം ഇവിടുത്തെ ഏതെങ്കിലും മുന്നണികളൊക്കെ വരും. അതെ, പക്ഷെ അതൊന്നും വകവയ്ക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിനകത്ത് തക്കതായ നടപടികളിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളവർക്ക് വളരാനുള്ള ഒരു ഇടമായിട്ട് പലരും കേരളത്തെ കാണുമെന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണല്ലോ, കേരളീയരായതുകൊണ്ടാണല്ലോ എവിടെയും എന്തിലും ഈ മലയാളികൾക്ക് എവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന്റെ ഒരു കണ്ണി കേരളത്തിൽ ഉണ്ടാവും. ഒന്നുകിൽ പരിശീലനം കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചതായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയും കേരളത്തിൽ വന്നിട്ട് പോയി എന്നാണ് പറയുന്നത്. അതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ അൽ ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററിനെ പിടിച്ചത് കാസർഗോഡ് നിന്നാണ്. അതെ, ഈ ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്. ഇപ്പോൾ അയാൾ ജയിലിലാണ്, തടിയൻ്റെ അവിടെ നസീർ. ഇങ്ങനെ കേരളവുമായിട്ട് അതുപോലെ 4-5 ചെറുപ്പക്കാർ കാശ്മീരിൽ പോയി അവിടെ വെടികൊണ്ട് മരിച്ചു, പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു. നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നു, പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് പോയതാണ്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് കേരളത്തിൽ ഈ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് സസുഖം ഒളിച്ചു താമസിക്കാനുള്ള സംവിധാനമുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് പുറത്ത് മാത്രമല്ല ശത്രുക്കൾ, രാജ്യത്തിനകത്തും രാജ്യത്തെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നാണ് നമുക്കിതിൽ. ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മെക്സവൻ. ഇതൊക്കെ ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് പറയേണ്ടത്. മെക്സവനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്, നമ്മളാരുമല്ല. വ്യായാമ കൂട്ടായ്മ എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യായാമ കൂട്ടായ്മ തന്നെ നമുക്ക് പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്.